ഹലോ എവ്രി വൺ, മൈസെൽഫ് ഒമർ മുഹമ്മദ്. അപ്പോൾ നമ്മളെ മൈൻഡ് സെറ്റൊക്കെ റെഡി ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് റെഡി ആയിട്ട് മാത്രമേ ഇനിയുള്ള സ്റ്റെപ്സിലേക്ക് നമ്മൾ കടന്നിട്ട് കാര്യമുള്ളൂ. സോ ആ വീഡിയോ ഇതുവരെ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ പോയി കാണുക. സോ ലെറ്റ്സ് ബിഗിൻ ആ സെക്കൻഡ് സ്റ്റെപ്പ്. ഒരു ഗോളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഡയറക്ഷൻ വേണം അല്ലേ. അപ്പോൾ നമുക്കിനി നീറ്റ് 2022 ക്രാക്ക് ചെയ്യാൻ 70 ദിവസങ്ങളാണുള്ളത്. അതിലേക്കൊരു ഡയറക്ഷൻ നമുക്ക് തരുന്നത് ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു കലണ്ടർ ഉണ്ടായാൽ മാത്രമാണ്. അതായത് നെക്സ്റ്റ് 70 ഡേയ്സിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്കിപ്പോഴേ റഫായിട്ടൊരു ഐഡിയ വേണം. ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കെന്താ പറയുക ഒരു ഫോക്കസ് കിട്ടുള്ളൂ. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ 70 ഡേയ്സിൽ ഒരു ടൈം ടേബിൾ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഈസിലി ആയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ടൈം ടേബിൾ എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇനിയുള്ള 70 ഡേയ്സിൽ അറ്റ്ലീസ്റ്റ് ട്വൈസ് നമ്മൾ 2 പ്രാവശ്യമെങ്കിലും മൊത്തം ചാപ്റ്റേഴ്സ് റഫ്ലി 100 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 100 ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് സ്റ്റാർട്ടാക്കണം. അതിൻ്റെ കൂടെ തന്നെ ഫൈനലി അതായത് ലാസ്റ്റത്തെ ഒരു 7 to 10 ഡേയ്സോളം ഏകദേശം ഒരു ഫൈനൽ ലാബ് റിവിഷന് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു റിവിഷൻ ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു 70 ദിവസത്തെ ഒരു ടൈം പീരീഡിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫൈനൽ ലാബ് റിവിഷൻ ഞാൻ പറഞ്ഞ പോലെ അതൊരു 7 to 10 ദിവസത്തിൻ്റെ ടൈമാണ്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു 10 ദിവസം അതിനായിട്ട് മാറ്റി വെക്കാം. ബാക്കി നമ്മുടെ കയ്യിൽ ഏകദേശം 60 ദിവസമുണ്ട്. ഇതൊരു റഫായിട്ടാണ് ഞാൻ പറയുന്നത്. ഇൻഡിവിജ്വൽ ടൈം ടേബിൾ നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 60 ദിവസത്തിൽ 2 പ്രാവശ്യം മൊത്തം 100 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ടൈം റിവിഷൻ 30 ഡേയ്സ് ആണ് റഫ്ലി വരുമ്പോൾ അല്ലേ. 30 ഡേയ്സ്. ബട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എക്സ്ക്ലൂസീവ്ലി ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനും ഒരു 10 to 15 ഡേയ്സ് വെക്കണം. അതായത് കംപ്ലീറ്റ്ലി സോൾലി ഫോർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനും അത് ഇവാലുവേറ്റ് ചെയ്യാനും മാത്രം നമ്മൾ ഒരു 15 ഡേയ്സ് നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ആദ്യത്തെ ഒരു 10 ഡേയ്സും ലാസ്റ്റത്തെ ഒരു 15 ഡേയ്സും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള 45 ഡേയ്സാണ്. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം റിവൈസ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് ആവശ്യം വരുന്നത് 45 ഡേയ്സാണ്. 45 ഡേയ്സിൽ നമ്മൾ എങ്ങനെ 2 പ്രാവശ്യം റിവൈസ് ചെയ്യും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യത്തെ 30 ഡേയ്സിൽ ഫസ്റ്റ് റിവിഷൻ ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ 15 ഡേയ്സ് ബാക്കി വരുന്ന 15 ഡേയ്സിൽ സെക്കൻഡ് റിവിഷൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ പിന്നുള്ള ഒരു 15 ഡേയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിന് വെക്കുക. ലാസ്റ്റത്തെ 10 ഡേയ്സ് നമ്മൾ ഫൈനൽ ലാബ് അതായത് 1 ലാസ്റ്റ് റിവിഷന് വേണ്ടി വെക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ 70 ഡേയ്സ് പ്രൊഡക്റ്റീവായിട്ട് നമുക്കൊരു ഔട്ട്ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി 30 ഡേയ്സിൽ 100 ചാപ്റ്റേഴ്സ് എങ്ങനെ സോൾവ് ചെയ്യും? അതിൻ്റെ മാത്തമാറ്റിക്സ് സിമ്പിളാണ്. 100/30 ചെയ്താൽ റഫ്ലി ഒരു ദിവസം 3 to 4 ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടി വരും. സോ പ്ലാൻ അക്കോർഡിംഗ്ലി. ഇങ്ങനെയാണ് നമ്മളൊരു ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഇൻഡിവിജ്വലായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. നമ്മുടെ ഡോപ്പ ക്യാപ്സ്യൂൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഈ ഒരു ടൈം ടേബിൾ ഓൾറെഡി സെറ്റാണ്. അതായത് ഓരോ ദിവസവും അവരെത്ര പഠിക്കണം, അവരെ എക്സാമിനേഷൻ, അതിൻ്റെ ടൈം, അവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്, അതിനുള്ള കലണ്ടർ എല്ലാം ഡോപ്പ ക്രാഷ് കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതല്ലാത്ത മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസോ ഞാൻ ഈ തന്നൊരു ഔട്ട്ലൈൻ വെച്ചിട്ട് നിങ്ങളുടെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ടൈം ടേബിൾ സെറ്റപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് അവർ സെക്കൻഡ് സ്റ്റെപ്പ്.